Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA വൺ ടൈം സപ്ലിമെൻ്ററി എക്സാമിനെ റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി BCom BBA 4 സെമസ്റ്റർ എക്സാമിൻ്റെ ഡേറ്റ് ജൂൺ 19 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കഴിഞ്ഞ ദിവസം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. സോ 2017 അഡ്മിഷൻ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്നാണ് ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. കാരണം 4 സെമസ്റ്റർ എക്സാം 2018 മുതലുള്ള സ്റ്റുഡൻസിൻ്റെയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. 2018 എന്ന് പറയുന്നത് പഴയ സിലബസ് ആണ്. 2019 മുതലാണ് പുതിയ സിലബസ് വന്നിട്ടുള്ളത്. സോ 18 മുതലുള്ള കുട്ടികളുടെ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനാണ് 4 സെമസ്റ്റർ BCom BBAയുടെ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ 2014, 15, 16കാരുടെ എക്സാമിൻ്റെ രജിസ്ട്രേഷൻ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അവർ എക്സാം ഡേറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഇടയിൽ നിൽക്കുന്നത് 2017 അഡ്മിഷൻ സ്റ്റുഡൻസ് ആണ്. സോ അവരുടെ എക്സാം എപ്പോഴായിരിക്കും വിളിക്കുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. കാരണം അവരുടെ സാധാരണയുള്ള യൂഷ്വൽ ചാൻസ് ഫിനിഷ് ചെയ്തു. ഇനി അവർക്ക് വൺ ടൈം സപ്ലിമെൻ്ററി മാത്രമാണ് ഉണ്ടാകുക എന്നുള്ളത് ഇതിനേക്കാൾ മുമ്പുള്ള എക്സാമിൻ്റെ സമയത്ത്, നോട്ടിഫിക്കേഷൻ്റെ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു കാര്യമാണ്. എക്സാമിൻ്റെ സമയത്ത് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി 2017 അഡ്മിഷൻ്റെ ലാസ്റ്റ് ചാൻസ് ആണെന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ നടക്കുന്ന ഇപ്പോൾ 4 സെമസ്റ്റർ BCom BBAയുടെ ഒക്കെ 2018 അഡ്മിഷൻ സ്റ്റുഡൻസിൻ്റെ ലാസ്റ്റ് ചാൻസ് ആണിത്. ഈ ഒരു ചാൻസ് കഴിഞ്ഞാൽ അതിൽ കുട്ടികൾ പാസ്സായിട്ടില്ലെങ്കിൽ അവർക്ക് ഇനി വൺ ടൈം സപ്ലിമെൻ്ററി, നമ്മൾ മേഴ്സി ചാൻസ് എന്ന് പറയും, അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. സോ അതുപോലെ തന്നെ 2017 അഡ്മിഷൻ്റെ ചാൻസ് ഓൾറെഡി കഴിഞ്ഞിരിക്കുകയാണ്. സോ നിങ്ങളിനി മേഴ്സി ചാൻസിന് വേണ്ടിയിട്ട്, വൺ ടൈം സപ്ലിമെൻ്ററി എക്സാമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ അത് നമ്മളിപ്പോൾ യൂഷ്വലായിട്ട് ഓരോ സെമസ്റ്റർ കഴിഞ്ഞ് എക്സാം നടക്കുന്ന പോലെ വൺ ടൈം സപ്ലിമെൻ്ററി നടക്കില്ല. അതെപ്പോഴാണ് വിളിക്കുക എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് പറയാനും സാധിക്കില്ല. അപ്പോൾ പലപ്പോഴും കുട്ടികൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് കോൺടാക്ട് ചെയ്തോളാൻ. അതല്ലാണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് യൂണിവേഴ്സിറ്റിയിൽ കോൺടാക്ട് ചെയ്താലും കുട്ടികൾ എന്നെ തിരിച്ച് വീണ്ടും വിളിക്കും. അവർ പറഞ്ഞു വിളിക്കുന്ന സമയത്ത് അവർക്കും കറക്റ്റായിട്ട് പറയാൻ സാധിക്കില്ല. നിങ്ങൾ വെബ്സൈറ്റ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ള ഒരൊറ്റ കാര്യം തന്നെയാണ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ. ഇത് തന്നെയാണ് പറയാനുള്ളത്. യൂഷ്വലി നിങ്ങളുടെ അഡ്മിഷൻ മുതൽ ഇപ്പോൾ 6 വർഷം വരെ, ഇപ്പോൾ 2018 ആണെങ്കിൽ 2024 വരെ നിങ്ങൾക്ക് ചാൻസ് യൂണിവേഴ്സിറ്റി യൂഷ്വലായിട്ട് തരുന്നുണ്ട്. അതിനുശേഷം അപ്പോൾ ആ ഒരു 6 ഇയേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് എക്സാം എഴുതി പാസ്സാകാൻ സാധിച്ചില്ല എങ്കിൽ പിന്നെ നിങ്ങൾക്ക് റെഗുലർ ചാൻസ് ഇല്ല, വൺ ടൈം സപ്ലിമെൻ്ററി ആണ്. അതെപ്പോഴാണ് വിളിക്കുക എന്നുള്ളത് പറയാൻ സാധിക്കില്ല. നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ ബേസിലും കുട്ടികൾ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ബേസിലും പിന്നെ മറ്റേ എക്സാമൊക്കെ ഒരുപാട് നടക്കുന്നുണ്ടല്ലോ, അതൊക്കെ ആ തിരക്കൊക്കെ കഴിഞ്ഞ് യൂണിവേഴ്സിറ്റിയുടെ ഒരു കൺവീനിയൻസ് ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും ഈ പറയുന്ന വൺ ടൈം സപ്ലിമെൻ്ററി വിളിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്ര മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഇത്ര വർഷം കൂടുമ്പോൾ കറക്റ്റായിട്ട് നടത്തും എന്നുള്ളത് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇപ്പോൾ 2017 ഇനിയിപ്പോൾ ഈ വർഷം ഉണ്ടാവുമോ, അത് അടുത്ത വർഷം വിളിക്കുമോ, അതല്ല വീണ്ടും ഒരു വർഷം കൂടി കഴിയുമോ എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. എന്തായാലും സാധാരണ ഒരു 2 വർഷത്തിനുള്ളിലൊക്കെ കോഴ്സ് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി വിളിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഓരോ സെമസ്റ്ററിലത്തെ പേപ്പേഴ്സ് നിങ്ങൾ അപ്പോൾ തന്നെ എഴുതിയെടുക്കുക. അതല്ലെങ്കിൽ പിന്നെ യൂഷ്വൽ ചാൻസ് കഴിഞ്ഞാൽ പിന്നെ ഇത് എപ്പോഴാണ് എക്സാം വരാമെന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. വളരെ ബുദ്ധിമുട്ടായിരിക്കും. ദെൻ അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് കുട്ടികൾ ചോദിച്ചൊരു ചോദ്യമാണ്, ഈ വൺ ടൈം സപ്ലിമെൻ്ററി എക്സാം വിളിക്കുന്ന സമയത്ത് അത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണോ എക്സാം വരിക, അതോ നമ്മുടെ സാധാരണ എക്സാം എഴുതുന്ന അവിടെ തന്നെ കോളേജിലൊക്കെ കിട്ടുമോ? യൂഷ്വലായിട്ട് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണത്തിൻ്റെ ബേസിലാണ്. എന്നാലും മെജോറിറ്റി കേസിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് ഇതിൻ്റെ എക്സാംസ് കണ്ടക്ട് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2017 അഡ്മിഷൻ സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഈ 2 ചോദ്യത്തിനുള്ള മറുപടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 17 അഡ്മിഷൻ്റെ എപ്പോൾ വിളിക്കും, എന്ന് വിളിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇതുവരെ ഇല്ല. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്ഡേഷൻസ് എന്തെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് വന്നാൽ അപ്പോൾ തന്നെ ഞാൻ ചാനലിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏത് പേപ്പറാണ്
എഴുതിയെടുക്കാനുള്ളതെങ്കിൽ അതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുക. സെയിം സിലബസ് തന്നെയാണ് പഠിക്കേണ്ടത്. ഓക്കെ, 18 അഡ്മിഷൻ സ്റ്റുഡൻസിനോട് പറയാനുള്ളത് നിർബന്ധമായും ഇപ്പോൾ വരുന്ന എക്സാമൊക്കെ എഴുതി പാസ്സാകുക, അല്ലെങ്കിൽ നിങ്ങളും ഇതുപോലെ വിഷമിക്കേണ്ട അവസ്ഥ വരും എന്നുള്ളതാണ്. ഓക്കെ, ദെൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പോയിട്ട് എക്സാം എഴുതേണ്ടി വരും. ഇപ്പോൾ 3-4 എക്സാമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട് അകലേക്ക് ആണെങ്കിൽ അത്രത്തോളം ദൂരം പോയി എക്സാം എഴുതേണ്ടി വരും, അല്ലെങ്കിൽ അവിടെ സ്റ്റേ ചെയ്ത് എക്സാം എഴുതേണ്ടി വരും. അതൊക്കെ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ BCom BBA സ്റ്റുഡൻസിന് നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എല്ലാ സെമസ്റ്ററിലെയും പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് നമ്മൾ ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡിടും ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. This is Kiran CS signing off. Have a nice day. Thank you.